സുരേഷ് ഗോപിയുടെ വിവാദമായ ഉന്നത കുലജാത പരാമർശം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ നോട്ടീസ്. CPI അംഗം സന്തോഷ് കുമാറാണ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതർ വരണമെന്നും വകുപ്പ് വേണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദമായ പരാമർശം. ബ്രാഹ്മണനോ നായിഡുവോ ഈ വകുപ്പ് ഭരിക്കണമെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. പരാമർശം വിവാദമായതോടെ പ്രസ്താവന വളച്ചൊടിക്കപ്പെട്ടതാണെന്ന് മാധ്യമങ്ങളുടെ മേൽ പഴിചാരി പ്രസ്താവന പിൻവലിക്കുന്നതായി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. താൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നുവെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. സുരേഷ് ഗോപിയുടെ ഈ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി നിരവധി രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു. തങ്ങളെപ്പോലെയുള്ളവർ അടിമകളായി തുടരണമെന്ന് പറയുകയാണ് എന്നും ഇത്തരം ചർച്ചകൾ പോലും ഉയരുന്നത് ഇന്ത്യക്ക് അപമാനമാണെന്നുമാണ് CK ജാനു പറഞ്ഞത്. പ്രസ്താവന പരിഷ്കൃത സമൂഹത്തിന് യോജിക്കുന്നതല്ലെന്നും സുരേഷ് ഗോപി ജീർണിച്ച മനസ്സിന് ഉടമയാണെന്നുമാണ് MP രാജേഷ് പറഞ്ഞത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. രാഷ്ട്രപതിയെ സംബന്ധിച്ചും ഇതേ അഭിപ്രായമാണോ സുരേഷ് ഗോപിക്ക് ഉള്ളതെന്നായിരുന്നു മന്ത്രി R കേളു ചോദിച്ചത്. അതേസമയം ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഉന്നത കുലജാതൻ മന്ത്രിയാകണമെന്ന വിവാദമായ പരാമർശം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പിൻവലിച്ചിരുന്നു. തന്റെ പരാമർശം വളച്ചൊടിച്ചെന്ന് സുരേഷ് ഗോപി വിശദീകരിച്ചു. താൻ പറഞ്ഞത് മുഴുവൻ കൊടുത്തിട്ടില്ലെന്നും അവ ഹൃദയത്തിൽ നിന്ന് വന്നതാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. നല്ല ഉദ്ദേശം മാത്രമാണുള്ളത്. മുന്നോക്ക ജാതിക്കാരുടെ കാര്യം നോക്കാൻ പിന്നാക്കക്കാരെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. തനിക്ക് ആ ജോലി ചെയ്യാൻ ഇപ്പോഴും ആഗ്രഹമുണ്ടെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. പറഞ്ഞതിഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം ഡൽഹി മയൂർ വിഹാറിൽ BJP കേരള ഘടകം സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കവെയാണ് മന്ത്രിയുടെ വിവാദമായ പരാമർശമുണ്ടായത്. ആദിവാസി വകുപ്പ് എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അത് പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ചിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ആദിവാസി വിഭാഗത്തിനായി നേരത്തെ മുതൽ ശബ്ദമുയർത്തുന്ന വ്യക്തിയാണ് താനെന്നും ഈ വിഭാഗത്തിന് മാറ്റം വരണമെങ്കിൽ ഉന്നത കുലജാതരായ ആളുകൾ ആദിവാസി വകുപ്പുകളുടെ ചുമതലയിലേക്ക് വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുന്നോക്ക വിഭാഗങ്ങളുടെ വകുപ്പുകളുടെ ചുമതലയിലേക്ക് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വരണം. ഇത്തരം ജനാധിപത്യപരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകണമെന്നുമാണ് സുരേഷ് ഗോപി അഭിപ്രായപ്പെടുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ നിയമമനുസരിച്ച് ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവർക്ക് മാത്രമായിരിക്കും ആ വകുപ്പ് ലഭിക്കുകയെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഡൽഹി തിരഞ്ഞെടുപ്പ് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ടെന്ന പ്രഖ്യാപനത്തോടെയാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. 2016 MP ആയ കാലഘട്ടം മുതൽ മോദിജിയോട് ആവശ്യപ്പെടുന്നതാണ് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, ട്രൈബൽ തരുവെന്ന്. നമ്മുടെ നാട്ടിലെ മറ്റൊരു ശാപമാണിത്. ട്രൈബൽ വകുപ്പ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയേയില്ല. എന്റെ ആഗ്രഹമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിനു വേണ്ടി ട്രൈബൽ മന്ത്രി ആകണം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നാക്ക ജാതികളുടെ ഉന്നമനത്തിനായി മന്ത്രിയാക്കണം. ഈ പരിവർത്തനം നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ടാകണം. ജാതിവശാൽ ഉന്നത കുലജാതൻ എന്ന് നമ്മൾ കരുതുന്ന ഒരു ബ്രാഹ്മണനോ നായിഡുവോ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ നോക്കട്ടെ, വലിയ വ്യത്യാസമുണ്ടാവും. ഇക്കാര്യം ഞാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട് എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വിവാദ പരാമർശത്തിനൊപ്പം കേരളത്തെ പരിഹസിക്കുന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഒരു സർക്യൂട്ട് പോലും കിട്ടിയില്ലെന്നാണ് കേരളം പറയുന്നത്. സർക്യൂട്ട് പ്രഖ്യാപിക്കുന്ന ബജറ്റ് ആണല്ലോ കേന്ദ്ര ബജറ്റ് എന്നും കേരളം നിലവിളിക്കുകയല്ല മറിച്ച് കിട്ടുന്ന ഫണ്ട് ചിലവഴിക്കുകയാണ് വേണ്ടതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊള്ളുവെന്നും എല്ലാ വകുപ്പുകൾക്കും കൃത്യമായി പണം വകയിരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന് എന്തു വേണമെന്ന് ചുമ്മാ പുലമ്പൽ നടത്തിയാൽ പോരാ. ബജറ്റ് വകയിരുത്തൽ ഓരോ മേഖലയിലേക്കാണ്. കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്, കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചിലവഴിക്കണം. ബീഹാർ എന്നും കേരളം എന്നും ഇന്നത്തെ ബജറ്റിൽ വേർതിരിച്ചു കണ്ടിട്ടില്ല. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണനയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ബജറ്റ് വകയിരുത്തൽ ഓരോ മേഖലയിലേക്കാണെന്നും കേരളം നിലവിളിക്കുകയല്ല വേണ്ടതെന്നും സുരേഷ് ഗോപി സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തി. ഓരോ വകുപ്പുകൾക്കാണ് ബജറ്റ് വകയിരുത്തിയത്. അവിടെ കേരളം ബീഹാർ എന്ന് തരംതിരിച്ച് കണ്ടിട്ടില്ല. കേരളം നിലവിളിക്കാതെ കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചിലവഴിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധമുയർന്നതോടെയാണ് അദ്ദേഹം വാക്കുകൾ പിൻവലിച്ചത്.